അഡ്വക്കേറ്റ് വിമല ബിനു സ്കൂളിന്റെ അഭിഭാഷകൻ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് വിമല ബിനു, സ്വാഗതം. ഈ വലിയ ആശ്വാസം പകരുന്നൊരു വാർത്ത, ഇത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നു, അത് ഒരു കുട്ടി സ്കൂളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സമാധാനപരമായ കാര്യം, അത് മറ്റ് യൂണിഫോമിന്റെ കാര്യത്തിലൊന്നും നിർബന്ധം അവർ പിടിക്കുന്നില്ല ഇനി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇനിയുള്ള നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും? സ്കൂൾ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി. സ്കൂളിന് മതിയായ പ്രൊട്ടക്ഷൻ അവാർഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ കോടതി എൻഷുർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ സമാധാന അന്തരീക്ഷം, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഹൈക്കോർട്ട് ഓർഡർ സേസ് ഇറ്റ് ഓൾ അബൌട്ട്. ആൻഡ് നമുക്കറിയാം 2018 കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ മാനേജ്മെന്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്നുള്ളതാണ്. ആൻഡ് റിഗാർഡിംഗ് ദ യൂണിഫോം, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് സെക്യുലറിസം ആൻഡ് ഇറ്റ് ഈസ് എ മാറ്റർ വിച്ച് ഈസ് ഇൻക്ലൂസീവ് ഇൻ നേച്ചർ ഫോർ ദ സ്റ്റുഡൻസ്. It must be inculcated in them that a feeling of oneness. അതാണ് ഒരു സ്കൂൾ യൂണിഫോമിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചാൽ, അവർക്കൊരു വണ്ണസ് ഫീലിംഗ് ഉണ്ടാവുക, അവർ ഒരേപോലെയാണെന്നുള്ള ചിന്താഗതി ഉണ്ടാവുക. ഞാനും നീയും താഴ്ന്നവനോ ഉയർന്നവനോ അല്ല, നമ്മൾ എല്ലാവരും ഈക്വൽ ആണ്, നമ്മൾ മനുഷ്യരാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് മോസ്റ്റ്ലി ഒരു യൂണിഫോമിന്റെ രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ അതിനുത്തരം. കാരണം യൂണിഫോം ഒരു പർട്ടിക്കുലർ ഡ്രസ് കോഡ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് റിലീജിയൻ ഇല്ല. നൗ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഹാസ് കം അപ്പ് വിത്ത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസ്, ലൈക്ക് ജെൻഡർ വ്യത്യാസം പോലും ഇല്ലാതെ, ലിംഗവ്യത്യാസം പോലും ഇല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ, അതാണ് അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്നു. വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ മതമോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണെന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ. സോ ഇത്തരം സാഹചര്യങ്ങൾ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോ all these kinds of prayers were there in the petition that we have moved before the Honorable High Court. നമ്മൾ ഇതെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. യൂണിഫോമിന്റെ പിന്നിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്നാണെന്നുള്ള, നമ്മുടെ കുട്ടികളെല്ലാം ഒന്നാണെന്നും അവര് യുണീക്ക് ആണെന്നും അവര് യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടവരാണെന്നും അവരുടെ ഇൻഡിവിജ്വാലിറ്റി, വണ്ണസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അവർ പഠിക്കാനെന്നുള്ളതാണ് എനിക്കൊന്നുകൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അഡ്വക്കേറ്റ് വിമല ബിനു, താങ്കൾ പറഞ്ഞതുപോലെ അത് അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായി വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ ഈ വിഷയത്തിൽ ഈ രക്ഷകർത്താവിനും സ്കൂളിനും ഇടയിലേക്ക് ചില ബാഹ്യശക്തികൾ വന്നതോടെയാണ് നമ്മളിത് നിയമപരമായൊക്കെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നത്. അങ്ങനെ പോയ കാര്യങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നുണ്ടോ സ്കൂളിനി? അതായത് ഈ രക്ഷകർത്താവ് വന്നു പോയതിനു ശേഷം അവിടേക്ക് സ്കൂളിന്റെ പഠന സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ ഒരു സംഘം ആളുകൾ അവർ ഭീഷണി മുഴക്കിയതായും ഒക്കെ പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ. ആ ഇടപെടൽ തന്നെയാണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയതും. ആ ഇടപെടലിനെതിരെയുള്ള കേസുമായി സ്കൂൾ മുന്നോട്ട് പോകുമോ? Let the school management explain it. On a legal perspective, I have explained it already. എന്താണ് അതിന്റെ നിയമപരമായ വശങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അത് സ്കൂൾ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇനി അത് ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇനി അത് നിലനിൽക്കുമോ? ഇപ്പൊ ഈ ഞാൻ പറഞ്ഞത് ഒരു സ്കൂളിൽ ഒരു രക്ഷകർത്താവിനപ്പുറത്തേക്ക് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു റിഫ്റ്റ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അത് അവർ തന്നെയാണ് തമ്മിൽ ഡിസൈഡ് ചെയ്യേണ്ടത് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങള്. കോടതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആസ് എ ലോയർ, I have as a responsible officer of the court, I have approached the court. സ്കൂളിലെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് തിങ് ഈസ് ഫോർ ദ സ്കൂൾ മാനേജ്മെന്റ് ടു ഡിസൈഡ് ആൻഡ് ടു ആക്ട് ഓൺ ആൻഡ് ഫോർ ദ പേരന്റ് ഓൾസോ. ഓക്കെ, അതിന് ഉണ്ടാക്കിയിരുന്നു അല്ലോ അല്ലെ അഡ്വക്കേറ്റ് വിമല ബിനു? നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു സംഘം എത്തി ഈ പറഞ്ഞ സമാധാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ പഠന സമയത്താണ് അവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. അതൊക്കെ കൃത്യമായും കോടതിയിൽ പറഞ്ഞിരുന്നു. സ്കൂളിൽ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, പ്രൊവോക്ഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് വളരെ ട്രബിൾഡ് ആയിരുന്നു. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അതിനെ ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. സോ നൗ ഇറ്റ് ഈസ് ഫോർ ദ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഫോർ ദ
students or parents to make a quietus into the situation. Now the court has intervened. Court has granted enough protection to the school also. അതെ, അപ്പൊ പോലീസ് പ്രൊട്ടക്ഷനെ കുറിച്ച് കൂടി വേണം ഒന്നുകൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പോലീസ് പ്രൊട്ടക്ഷൻ എത്ര ദിവസം കൂടിയാണ് അല്ലെ ഉള്ളത്? ഇനിയും അങ്ങനെ പോലീസിന്റെ സഹായത്താൽ മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടോ അവിടെ? That I have to verify with the school management. I will still have to verify it. You can ask the school management about it. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഞങ്ങളോട് സംസാരിച്ചതിന്. സ്കൂളിൻ്റെ അഭിഭാഷകയാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ അഡ്വക്കേറ്റ് വിമല ബിനു ആണ് തത്സമയം ചേർന്നത്. അവർ പറഞ്ഞതനുസരിച്ച് സ്കൂളിൻ്റെ നിയമ നടപടികൾ അക്കാര്യത്തിൽ മാനേജ്മെൻറ്റുമായി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്ത ഈ വിഷയത്തിൽ വരുന്നത് ഈ ഹിജാബ് വിവാദത്തിനൊരു അവസാനമാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ പെൺകുട്ടിയെ ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിലേക്ക് വിടാൻ തയ്യാറാണ് എന്ന് കുട്ടിയുടെ അച്ഛൻ, പിതാവ് അനസ് പറഞ്ഞിരിക്കുകയാണ്. അനസ് നമ്മളോട് ഇന്നലെയൊക്കെ സംസാരിച്ചതാണ്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ തയ്യാറാണ് കുട്ടിയെ ഹിജാബ് ധരിക്കാതെ സ്കൂളിലേക്ക് വിടാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ആ രക്ഷിതാവും സ്കൂളിനും ഇടയിൽ കയറി വന്ന ബാഹ്യശക്തികളുടെ കാര്യത്തിൽ ഇനി ആ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു കുട്ടികളടക്കം മാനസികമായ സമ്മർദ്ദത്തിലായിരുന്ന സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, ഇപ്പോൾ സ്കൂളിൻ്റെ അഡ്വക്കേറ്റാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് മാനേജ്മെൻറ്റുമായി തീരുമാനിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നടപടിയെടുക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നാണ് അവർ പറഞ്ഞത്. എങ്കിലും സ്കൂളിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നുള്ള കാര്യം അവർ പറയുകയാണ്. അത് കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കുട്ടികളും അധ്യാപകരും അടക്കം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അശ്വതി, അത് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആ കുട്ടിയുടെ വിഷയത്തിൽ ഹിജാബ് ഇട്ട് വരുമ്പോൾ ഗേറ്റിന് പുറത്തു നിന്നും ഹിജാബ് അഴിപ്പിച്ചിട്ട് ക്ലാസ് മുറിയിൽ കയറ്റുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതിനെ ക്ലാസ്സിൽ കയറ്റില്ല, പാരന്റ്സ് വരാതെ ക്ലാസ് മുറിയിൽ കയറ്റില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അതേസമയം ഈ പ്രശ്നങ്ങൾ ഇത്ര വലിയ ഒരു ഇഷ്യൂവിലേക്ക് മാറിയ ഒരു സാഹചര്യം വന്നത് ശരിക്കും അശ്വതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബാഹ്യ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ള വിധത്തിലാണ്. അതിലാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. കാരണം അത്തരത്തിലൊരു വർഗീയ വിഷയമായി ഇതിനെ കണക്കാക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു. അതിന് ബാഹ്യശക്തികൾ ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഹൈബീഡൻ എംപിയും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഇടപെടലിനെ അനുവദിക്കില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം പള്ളുരുത്തിയിലില്ല എന്ന് തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മാനേജ്മെന്റും ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മൊത്തത്തിലായി നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ള സൂചന ആ സമയത്ത് സംസാരിക്കുകയുണ്ടായി. ഇതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയം അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ഒരു മതപരമായ പ്രശ്നമായിട്ട് ഇതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കൂടുതൽ കുട്ടികളും പഠിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്കൂളുകളിലൊക്കെയാണ്. ആ സ്കൂളുകളിലൊക്കെയും കൃത്യമായ നിയമങ്ങളുണ്ട്, അതൊക്കെ കുട്ടികൾ പാലിക്കുന്നുമുണ്ട്. അവിടേക്ക് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് മുസ്ലിം കുട്ടികളുടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അന്ധമായി ഇടപെടുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വലിയ ആരോപണം. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ പാരന്റ്സും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തേക്ക് അത് സ്കൂളിലേക്ക് കുറച്ചുപേർ വരികയും അത് ബഹളം വെക്കുകയും അവർ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവര് SDPRയുടെ പ്രതിനിധികളാണ് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും ഭീതിതമായ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു ആശങ്കയിലേക്ക് ഇത് ഈ വിഷയത്തെ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാൻ. അതിനാണ് പരിഹാരമായിരിക്കുന്നത്. കുട്ടിയുടെ പാരന്റ് തന്നെ പറയുന്നു, ഇനി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മറ്റാർക്കും ഇത്തരത്തിലുള്ള വർഗീയ ഇടപെടലിനുള്ള ഇടം താൻ കൊടുക്കില്ല, അതിനുള്ളൊരു സാഹചര്യം കൊടുക്കില്ല എന്ന് കുട്ടിയുടെ അച്ഛൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം, പിതാവ് കൂടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും ഇത് വളരെ സൗമ്യമായി തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും ഈ MP-യും അതുപോലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഡൊമിനിക് പ്രസിഡേഷനും ഉണ്ടായിരുന്ന സമയത്ത് ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു. സ്കൂളിലെ മറ്റ് പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നില്ല. അവർ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചർച്ചയുടെ ഭാഗമായി KCBC പോയിരുന്നു. അതിനുശേഷം അവര്
ഒരുപക്ഷെ ഒരു ഹയർ ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ആയിരിക്കാം അത്തരത്തിലൊരു നീക്കമുണ്ടായിരുന്നത്. അതിനുശേഷം അവര് തിരിച്ചെത്തി. ഇതുമായി ബന്ധപ്പെട്ടപ്പോ അഡ്വക്കേറ്റ് വിമല പറഞ്ഞതുപോലെ അവർ തിരിച്ചെത്തിയ ശേഷം ഇതുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുട്ടിയുടെ പാരന്റിന്റെ ഭാഗത്തു നിന്നും കുട്ടി നാളെ മുതൽ സ്കൂളിലേക്ക് വരാൻ തയ്യാറാണ്, സ്കൂൾ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണ്. സ്കൂളിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ ഉള്ളത് യൂണിഫോമിന്റെ കാര്യത്തിലായാലും അല്ലാതെ അവോയ്ഡ് ചെയ്യാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഹൈക്കോടതി നിയമത്തിന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് ഈ മാനേജ്മെന്റ് ഇത്തരത്തിലൊരു ഡിസിഷൻ ഉറച്ചു നിന്നത്. അത് ഇന്നലെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെട്ടു. മറ്റു കാര്യം കൂടി അതിനിടയിൽ സൂചിപ്പിക്കാനുള്ള ശരി, വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റ് കുറച്ചുകൂടെ ഒരു സംയമനം പാലിക്കണമായിരുന്നു, അല്ലെ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്ന വിഷയത്തിൽ എന്ന് വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് AU അന്വേഷണം നടത്തി DDക്ക് സമർപ്പിച്ച ശേഷമായിരിക്കും കൂടുതൽ ഒരു നല്ല തീരുമാനത്തിലേക്ക് തന്നെ എത്തുക. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.